ചങ്ങായിമാരെ, ഭൂമിയുടെ താഴെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എനിക്ക് ഭയങ്കരമായ വിവരമുണ്ടെന്ന് വെച്ചിട്ട് ലോക തള്ളുകളുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇല്ലേ സായി, മൂപ്പർക്കുണ്ട് ഇന്നലെ ഒരു പണി കിട്ടി, ഒരു 1.5 പണി. അങ്ങനെ പണി കിട്ടിയ നമ്മുടെ സീക്രട്ട് ഏജന്റ് അല്ല, ഇപ്പോ എയറിലാണ്, എയറിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സായി എന്ന സീക്രട്ട് ഏജന്റ് എയർ പോകാനുള്ള സംഭവം വെച്ചാല് ഇസ്ലാമിക പണ്ഡിതനായ റഹ്മത്തുള്ള കാസിമിയിലെ മൂപ്പർ പറഞ്ഞിന് കുഴിമന്തി പോലുള്ള സാധനങ്ങളുണ്ടല്ല, അത് സ്ഥിരമായിട്ട് കഴിച്ചുകഴിഞ്ഞാല് വയറിന് പ്രശ്നം ഉണ്ടാക്കും, അതുണ്ടല്ല ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിന്. അത് കേട്ടപാട് അത് മുഴുവൻ കേൾക്കാതെ അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലാകാതെ നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്നിട്ടില്ല. അതിനെതിരെ പല വൃത്തികേടും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നത് കുഴിമന്തി സ്ഥിരമായി കഴിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അതുപോലെ ഒരു ഭക്ഷണം മാത്രമാണ് കുഴിമന്തി പോലുള്ള ഭക്ഷണങ്ങളല്ല അതൊക്കെ എന്നാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നത്. സീക്രട്ട് ഏജന്റ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ സീക്രട്ട് ഏജന്റ് എല്ലാരും പൂരത്തെറി, ഒരു 1.5 തെറി. എന്തിന് ഒരു കമന്റ് പോലും സീക്രട്ട് ഏജന്റ് പറഞ്ഞില്ലേ ആ കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതായത് സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യം ഉണ്ടല്ല, ഒരാള് പോലും ശരിയാന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കുണ്ടല്ല ബഹുമാനപ്പെട്ട കാസിമി പറഞ്ഞതും അതിനെതിരായിട്ടുണ്ടല്ല ഈ വേട്ടാവളിയൻ സായി ഇല്ലേ ഇവൻ പറഞ്ഞതും കേട്ടിട്ട് ബാക്കി മറുപടി നമുക്ക് കൊടുക്കാം. ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞ ഉസ്താദില്ലേ, മുമ്പ് പുതിയ റൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്മോക്കഡ് ഫുഡ്സിൽ പെട്ടതാണ് കുഴിമന്തി ക്യാൻസർ ഉണ്ടാക്കും. ഓർത്തുവെച്ചോളെ, മന്തി കഴിക്കാനേ പാടില്ല, മന്തി സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും. അള്ളാഹു കാത്തു രക്ഷപ്പെട്ടെ. അത് സ്മോക്കഡ് ഫുഡ്സിൽ പെട്ടതാണ്, ഭയങ്കര പ്രശ്നമാണ്, കഴിക്കാനേ പാടില്ല. പിന്നെ പറയാ സ്ഥിരം കുഴിമന്തി കഴിക്കാൻ പാടില്ല, അത് എപ്പോഴെങ്കിലും ഒക്കെ തരക്കേടില്ല. ഞാൻ പറഞ്ഞു അത് വിഷയത്തിലേക്ക് തിരിച്ചു വഴി നല്ലതല്ല, എപ്പോഴെങ്കിലും പറ്റും. സ്ഥിരമായി ഇപ്പൊ നമ്മളെ കുട്ടിയാക്കാരേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികൾ വന്നിട്ട് നമ്മളെ അലോപ്പതി ആശുപത്രികൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ. അതിന്റെ ഇടയിലൊന്നും അമേരിക്കന്റെയും കോഴിക്കോടിന്റെ ഇടയിൽ വേറെ ഭൂമിയൊന്നുമില്ലേ. സ്മോക്കഡ് ഫുഡ്സ് ഉറപ്പാണ്, ഡയറക്റ്റ് തീനാളം വരുന്നത് ക്യാൻസർ ഉണ്ടാക്കും. ഷവർമ കഴിക്കരുത്, കുട്ടിങ്ങിയാൽ ഇത്ര വെച്ചോളൂ. അതായത് സ്മോക്കഡ് ഫുഡ്സിൽ പെട്ടതാണത്, നേരിട്ട് തീ വരുന്ന സാധനമാണ്, ആപത്തുണ്ടാക്കും. അതെ, ഷവർമയും കുഴിമന്തിയും ഒക്കെ വ്യാളിയും മറ്റേ ഡ്രാഗന്റെയും കുട്ടികളാണ് തീ തുപ്പാൻ വേണ്ടിയിട്ട്. ഈ ചങ്ങായി ഭക്ഷണം കഴിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. ഇയാൾ അധികം ഇങ്ങനത്തെ റീൽസിൽ നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിനെതിരായിട്ടുള്ള സംസാരങ്ങളാണ്. എന്ത് ഒരളവിൽ കൂടുതൽ കഴിച്ചാലും അത് വിഷയമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഞാൻ പറയാം, സ്മോക്ഡ് ഫുഡ്സിലെ ഇൻഗ്രീഡിയൻസ് ഒരു വിഷയമാണ്, അത് കുക്ക് ചെയ്യുന്ന മെത്തേഡിന്റെ ഒരു വിഷയമുണ്ട്. അത് എല്ലാ ഫുഡിനും അങ്ങനെ തന്നെയല്ലേ. ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇയാൾ രാവിലെ വെച്ചിട്ട് വായു മാത്രം ഭക്ഷിച്ച് ജീവിക്കാണല്ലോ. ഇവിടെ എല്ലാം പ്രശ്നമാണ്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനടക്കം വീട്ടിൽ തന്നെയാണോ നമ്മൾ മുളക് പൊടി ഉണ്ടാക്കുന്നതും ഗരം മസാല ഉണ്ടാക്കുന്നതും ഉപ്പ് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ള പുറത്ത് കവർന്ന് പ്രിസർവേറ്റീവുകളല്ലേ മേടിക്കുന്നത്. അവര് വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കുന്നതും ആര് തോട്ടത്തുനിന്ന് പറിച്ച് ഉണ്ടാക്കുന്നതല്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആയി, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യനുണ്ട്. പിന്നെ ഈ പണ്ട് ഇയാൾക്ക് ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ച് ഞാൻ പറയാണ്, പണ്ട് കാലത്തെ മനുഷ്യന്മാര് അവരൊക്കെ കാട്ടിൽ ഈ ചുട്ടും പൊരിച്ചും കരിച്ചും തന്നെ നിന്നേ ഒക്കെ ക്യാൻസർ ഒന്നും മരിക്കേണ്ടായത് അല്ലല്ലോ. സോ അതാണ് മനുഷ്യൻ അഡാപ്റ്റ് ചെയ്യും, ഇവോൾവ് ഉണ്ടാവും, എവല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് അല്ലേ. നമ്മൾ ഇവോൾവ് ആവും, നമ്മൾ പല കണ്ടീഷൻസിനോടും നമ്മൾ അഡാപ്റ്റ് ആവും, പല മെത്തേഡ്സിനോടും നമ്മൾ അഡാപ്റ്റ് ആവും. പിന്നെ ഓരോ മനുഷ്യന്റെ ബോഡി ഡിഫറെന്റ് ആണ്. ചിലർക്ക് ചില ഫുഡ് പറ്റും, ചിലർക്ക് ചില ഫുഡ് പറ്റില്ല. എല്ലാം നമുക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റും, എപ്പോഴും വീട്ടിൽ പോയി കഴിക്കാൻ പറ്റില്ല. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പോയി കഴിച്ചുള്ള അവസ്ഥ നമുക്കുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ മന്തി കടയിൽ കണ്ടിട്ടുള്ള ഉസ്താദ് കുട്ടികളെ ഷെയർ ഇട്ട് വന്നിരുന്നുണ്ടാവും. അവരാകെ പൈസ ലാക്കുന്നതിനാ കുഴിമന്തി ഷെയർ ഇടാൻ. നിങ്ങൾ ആദ്യം എന്ത് ഉസ്താദ് കുട്ടികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുന്നത് കുഴിമന്തി കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട്, അത് തീ തുപ്പണ ഫുഡാണ് എന്ന് പറഞ്ഞിട്ട്. കാറിന്റെ ഉള്ളിൽ വിഡ്ഢിത്തം മാത്രം പുലമ്പുന്ന വേട്ടാവളൻ സായി അദ്ദേഹം പറഞ്ഞുകൊണ്ടില്ല, മുസ്ലിങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നീ ഇപ്പം പറഞ്ഞ ഉസ്താദ് കുട്ടികളില്ലേ, ആ കുട്ടികളടക്കി ഇരിക്കുന്ന വേദിയിലാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളടക്കുന്ന ആൾക്കാരുണ്ടല്ല, അവരാണ് ഏറ്റവും കൂടുതൽ കുഴിമന്തി കഴിക്കുന്നതും അത് കുറക്കണം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നിന്നെ പോലെ കാറിൽ ഇരുന്നിട്ട് ഒരു പണിക്കും പോകാതെ ലോകത്തുള്ള എല്ലാരെയും കുറിച്ച് കുറ്റം പറയുന്നില്ലേ, അത്തരം മണുകുണാഞ്ചന്മാരോടല്ല അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അത് നീ ആദ്യം മനസ്സിലാക്കണം കേട്ടാ, മരം മൊണ്ണ വേട്ടാവളൻ സായിയെ. പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ കുഴിമന്തി സ്ഥിരമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്, അത് അദ്ദേഹം മാത്രം പറഞ്ഞ കാര്യങ്ങളല്ല, പല ഡോക്ടർമാർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിന് കുഴിമന്തി ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല എന്ന്. അപ്പൊ നിന്റെ പ്രശ്നമുണ്ടല്ല, ഉസ്താദ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇത്രമാത്രം കുരുവട്ടല്. അതുകൊണ്ടാണ് മറ്റുള്ളവരെയൊക്കെ മാന്യത പഠിപ്പിക്കുന്ന നീ ഉണ്ടല്ല ഉസ്താദിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഉസ്താദിനെ കളിയാക്കിക്കൊണ്ട് തന്നെ ഈ വീഡിയോ ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ ഒരാളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ കളിയാക്കുന്ന നീയാണോ മറ്റുള്ളവരെ കുറിച്ചൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവന്റെ കമന്റ് ബോക്സിൽ ഇവനെതിരെ പൂര തെറിയാണെന്ന്, 1.5 തെറിയാണെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉസ്താദിന് ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളായിരിക്കും ഇവനെ പോയി തെറി വിളിക്കുന്നത്. അല്ല, ഹിന്ദുക്കൾ, ഒരുപാട് ഹിന്ദുക്കൾ തന്നെയാണ് ഇവനെതിരെ ഉസ്താദിനെ അനുകൂലിച്ചുകൊണ്ട് ആ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ എന്തായാലും അതിൽ 1-2 കമന്റ് ഹിന്ദുക്കളിട്ട 1-2 കമന്റ് നിങ്ങളെ കേൾപ്പിച്ചുതരാം. ശ്യാം പ്രസാദ് അദ്ദേഹം പറഞ്ഞതിൽ ശരിയുണ്ട് സീക്രട്ട് ഏജന്റ്. പിന്നെ കൃഷ്ണ
കറക്റ്റ് തന്നെയാണ് അയാൾ പറഞ്ഞത്, ഒരു തെറ്റുമില്ല. സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ കാരണമാകും. ഇതൊക്കെ ഒന്ന് കേക്ക് എന്റെ വേട്ടാവളിൻ സായിയെ. പിന്നെ ഫക്രു പറഞ്ഞത് മരുന്നിന് പോലും ഒരു പോസിറ്റീവ് കമന്റ് ഇല്ലല്ലോടെ ഊവേന്ന്. അതാണ് എനിക്കും പറയാനുള്ളത്. ഒരു കമന്റ് പോലും, ഒരൊറ്റ കമന്റ് ഇല്ല സീക്രട്ട് ഏജന്റിനെ അനുകൂലിച്ചിട്ട് അതിലില്ല. അതായത് ഉസ്താദ് പറഞ്ഞതാണ് സത്യം. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളില് കഴമ്പുണ്ടെന്ന് ആ വീഡിയോ കണ്ട മൊത്തം ആൾക്കാരുണ്ടല്ല അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞ കാര്യത്തെ, ഉസ്താദ് ഉണ്ടല്ലോ ഹോട്ടലിൽ പോയിട്ട് കുഴിമന്തി കഴിക്കുന്ന കാര്യത്തിലുണ്ടല്ല, ഇവരുണ്ടല്ലോ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമില്ലേ, ആ ഭക്ഷണമൊക്കെ ആയിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇവന്റെയൊക്കെ തലയിലുണ്ടല്ലോ ഒരു മണ്ണാങ്കട്ടി ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവുമല്ലോ. ഒന്നും വേണ്ട, കുഴിമന്തി പോലുള്ള ഭക്ഷണങ്ങളില്ലേ അത് കഴിച്ചാൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. കുഴിമന്തിക്ക് ആ പ്രത്യേക രുചിയും മണവും നൽകുന്നത് കൽക്കരി പുകച്ചാണ്. കൽക്കരിയോ വിറകോ കത്തുമ്പോഴുണ്ടാകുന്ന പുക സ്ഥിരമായി ശരീരത്തിലെത്തുന്നത് ദഹന വ്യവസ്ഥയ്ക്കും ശ്വാസകോശത്തിനും നല്ലതല്ല. ഇത്തരം സ്മോക്ക്ഡ് ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി ഒന്നും കൂടി ഞാൻ വായിച്ചുതരാം. മന്തിയിൽ ചേർക്കുന്ന മസാലകളും പുകയും പലരിലും ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ എന്നിവ ഉണ്ടാക്കാറുണ്ട്. കൃത്യമായ വായുസഞ്ചാരമില്ലാത്ത കുഴികളിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് കൃത്യമായി വെന്തില്ലെങ്കിൽ ഫുഡ് പോയിസണിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെയാണല്ലോ കുഴിമന്തി സ്ഥിരമായി കഴിച്ചാലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഉണ്ടല്ലോ ഈ സായിയെ പോലുള്ള വേട്ടാവളിമാരുടെ തലയിൽ കയറാത്തത്. ഇതുണ്ടല്ലോ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതായത് ഇപ്പോഴല്ലോ ഉസ്താദുമാർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദുമാർ പറയുന്നത് എന്തിനും എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടല്ല നല്ല റീച്ചും കിട്ടും, നല്ല ലൈക്കും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവനെ പോലുള്ള വേട്ടാവളിമാരുണ്ടല്ല ഇമ്മാതിരി പരിപാടി എടുക്കുന്നത്. പക്ഷെ എന്താ ചെയ്യാൻ, നമ്മളെ സീക്രട്ട് ഏജന്റ് ഇപ്രാവശ്യത്തെ പരിപ്പുണ്ടല്ല ആ പരിപ്പ് തീരെ വെന്തില്ല. ഉസ്താദിനെതിരെ സംസാരിച്ച നമ്മുടെ സീക്രട്ട് ഏജന്റ് ഉണ്ടല്ല നേരെ എയർ പോയി. ഇനി കുറച്ച് ദിവസം ഉണ്ടല്ല എയർ തന്നെ ആയിരിക്കും നമ്മളെ സായി എന്ന ഈ വേട്ടാവളിയൻ. അപ്പോഴെന്തായാലും കുഴിമന്തിനെ പ്രൊമോഷൻ ചെയ്യാൻ വന്നിട്ട് എയർ പോയ നമ്മളെ സായി എന്ന സീക്രട്ട് ഏജന്റും നമ്മളെ കാസിമി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.